رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد. فعن أبي هريرة رضي الله عنه كان يقول: إن البيت لا يتسع على أهله وتحضره الملائكة وتهجره الشياطين ويكثر خيره أن يقرأ فيه القرآن وإن البيت ليضيق على أهله وتهجره الملائكة وتحضره الشياطين ويقل خيره ألا يقرأ فيه القرآن. ഇമാം ദാരമി ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായിട്ടുള്ള ഹദീസാണ്. ഹദീസിന്റെ റാവി മഹാനായ സഹാബി അൽ മബ്റൂം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ഇവിടെ മൗഖൂഫായിട്ടുള്ള ഹദീസാണ്. പക്ഷേ വല്ലാഹു ആലം ഈ ഹദീസിന് മർഫൂആയ ഹദീസിന്റെ ഹുക്മുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഈ ഹദീസ് പരിഗണിക്കും. ഇന്നൽ ബൈത ലയത്തസിഉ അലാ അഹ്ലിഹി, ഒരു വീട് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് വിശാലമായി അനുഭവപ്പെടും, അത്ര ചെറിയ വീടാണെങ്കിൽ പോലും. വതഹ്ദുറുഹുൽ മലായിക, ആ വീട്ടിൽ മലക്കുകൾ വരും, എന്നിട്ട് അവിടെയുള്ള അംഗങ്ങളിൽ അവരും ഉൾപ്പെടും. വതഹ്ജുറുഹു ശയാതീൻ, ആ വീട്ടിലേക്ക് പിശാചുക്കൾ അടുക്കുക പോലും ചെയ്യുകയില്ല. വയക്സുറു ഖൈറുഹു, ആ വീട്ടിന്റെ നന്മകൾ, ആ വീട്ടിൽ ബർക്കത്ത് വർദ്ധിക്കും. അൻ യുഖറഅ ഫീഹിൽ ഖുർആൻ, ഖുർആൻ വീട്ടിൽ പാരായണം ചെയ്യുന്നത് മൂലം. അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട്, വീട്ടിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. എന്നാൽ ഒരു വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വഇന്നൽ ബൈത ലയദീഖു അലാ അഹ്ലിഹി, വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെ കുടുസായി അനുഭവപ്പെടും, ഇടുങ്ങിയ വീടായിട്ട് അനുഭവപ്പെടും. കാഴ്ചക്ക് വളരെ വിശാലമായ വീടായിരിക്കും. വതഹ്ജുറുഹുൽ മലായിക, മലക്കുകൾ ആ വീട്ടിലെ അംഗങ്ങളാവുകയില്ല. ആ വീടിനെ മലക്കുകൾ എന്ത് ചെയ്യും? സമീപിക്കുക പോലും ചെയ്യുകയില്ല. വതഹ്ദുറുഹു ശയാതീൻ, പിശാചുക്കൾ ആ വീട്ടിൽ യഥേഷ്ടമുണ്ടാകും. അവിടെയുള്ള അംഗങ്ങളായിട്ട് പിശാചുക്കൾ ഉണ്ടാകും. വയഖില്ലു ഖൈറുഹു, ആ വീട്ടിലെ നന്മകൾ കുറയും, ബർക്കത്ത് കുറയും. അല്ലാ യുഖറഅ ഫീഹിൽ ഖുർആൻ, ആ വീട്ടിൽ ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ. ഇതാണ് ഹദീസ്. ഈ ഹദീസ് വളരെ അർത്ഥവത്തായിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു നിഅമത്താണെന്ത്? വീട് എന്ന് പറയുന്ന നിഅമത്ത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാര്യത്തിൽ അത്യാവശ്യമായ ഒരു ഘടകമാണ് വീട് എന്നുള്ളത്. ഒരാൾ ഒരു വീടെടുക്കുന്നു എന്നുള്ളത് ഒരിക്കലും അത് ഇസ്റാഫല്ല. എന്നാൽ ആ വീട് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഖുർആനിൽ പലയിടത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതിക്കും സകന, നിങ്ങളുടെ വീടുകളെ അള്ളാഹു നിങ്ങൾക്ക് സമാധാനം അന്വേഷിച്ചെല്ലാനുള്ള ഇടങ്ങളാക്കിയിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു: യദ്കുറു തബാറക വതആല തമാമ നിഅമിഹി അലാ അബീദിഹി
ബിമാ ജഅല ലഹും മിനൽ ബുയൂതി അല്ലതി ഹിയ സകനു ലഹും യഅവൂന ഇലൈഹ. അല്ലാഹു തബാറക വ തആല അവന്റെ അടിമക്ക് ചെയ്തു കൊടുത്തുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയണം. സൂറത്തു നഹ്ൽ നമുക്കറിയാം, അത് പാരായണം ചെയ്തിട്ടുള്ള, അത് ഗ്രഹിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്. അള്ളാഹുവിന്റെ നിഅമത്തുകളെ സംബന്ധിച്ച് ധാരാളമായിട്ട് സംസാരിക്കുന്ന ആയത്ത് സൂറത്താണ്. എന്നിട്ട് അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് എന്ത്, വഇൻ തഅഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. അതുപോലെ തന്നെയുള്ള ധാരാളം വചനങ്ങൾ. അങ്ങനെ സമാധാനം തേടിയിട്ട് അഭയമായിട്ട് ചെല്ലുന്ന ഇടമാണ് വീട് എന്ന് പറയുന്നത്. യസ്തഖിറൂന ബിഹ. അവിടെ ആ വീട്ടിൽ എന്താണ്, ഒരു ഖറാറുണ്ട്, സ്ഥിരതയുണ്ട്. വയന്തഫിഉന ബിഹ മിൻ സായിരി വുജൂഹിൽ ഇന്തിഫാ. എല്ലാ തരത്തിലും വീടിൽ നിന്ന് നമുക്ക് ഉപകാരങ്ങളുണ്ട്, അല്ലേ? അങ്ങനെയുള്ള വീട് എന്തായിരിക്കണം? വിശാലമായിരിക്കണമെന്ന് ഹദീസിൽ വന്നു. പക്ഷെ വിശാലം എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ് കാഴ്ചപ്പാടിലുള്ള ഒരു വിശാലതയല്ല ഉദ്ദേശിക്കുന്നത്. അഥവാ വലിയ എന്താണ് റൂമുകളും വലിയ വലിയ വീടായിരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ തരത്തിൽ എന്താണ് മാനവിയായിട്ടുള്ള ആശയപരമായ ഒരു വിശാലത വരും. ആ വീട്ടിൽ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെത്ര ചെറുതാണെങ്കിലും, മാത്രമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടുകാർ വളരെ ഐക്യത്തിലും സ്നേഹത്തിലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആ വീട് അവർക്ക് ഏറ്റവും എന്താണ്, അവർക്കൊരു സ്വർഗം പോലെയായിരിക്കും. അതുപോലെ തന്നെ അവരെ ആ വീട്ടില് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇത്രയും വേഗം ആ ജോലികൾ തീർത്തിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കും. മാത്രമല്ല ഏത് ഫിത്നകൾ വന്നാലും എനിക്ക് അഭയമായിട്ട് വീടുണ്ട് എന്നുള്ളൊരു എന്താണ് സമാധാനം ഉണ്ടാകും. എന്നാൽ വീട് വലിയ വിശാലമാണ്. പക്ഷേ നമ്മുടെയൊക്കെ ഇന്നത്തെ എന്താണ് ഈ കാര്യങ്ങൾക്ക് നമ്മുടെ വീടുകൾ മതിയാകാത്ത അവസ്ഥയാണുള്ളത്. വീട്ടിൽ നമുക്ക് സമാധാനം ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ സമാധാനത്തിന് വീട് വിട്ട് എന്താണ് പുറത്തേക്ക് പോകുക, അല്ലേ? എല്ലാ ആഴ്ചയിലും എന്താണ് ഒന്ന് പുറത്തു പോകുക എന്നുള്ള തരത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് മനസ്സിനെ തണുപ്പിക്കാനും അതുപോലെ തന്നെ ആശ്വാസത്തിന് വേണ്ടി പുറത്തേക്ക് പോകുക എന്നുള്ള ഒരു ഏർപ്പാടാണ് തുടങ്ങിയത്. ഇതൊക്കെ പാശ്ചാത്യരുടെ ഏർപ്പാടാണ്. കാരണം എന്താണ്, അവർക്ക് അവരുടെ വീടുകളിൽ ഒരു എന്താണ് സമാധാനവുമില്ല. അപ്പൊ അവരെന്ത് ചെയ്യാണ്, പുറത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, സമാധാനവും ശാന്തിയും അന്വേഷിച്ചു പോകുന്നത്. സത്യത്തില് എവിടെയാണ് വേണ്ടത്? വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ് അത് വേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ സആദത്തിൽ മർഇ അൽ മസ്കനുൽ വാസിഅ. ഒരു വ്യക്തിയുടെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണത് വിശാലമായൊരു വീട്. അതുപോലെ തന്നെ വൽ ജാറു സാലിഹ്, നല്ല സാലിഹായിട്ടുള്ള ഒരു അയൽവാസി. വൽ മർകബുൽ ഹനി, അതുപോലെ തന്നെ നല്ല ഒരു വാഹനം, എന്താണ് കേടുപാടുകളൊന്നും ഇല്ലാത്ത, ഇടയ്ക്കിടയ്ക്ക് എന്താണ് വഴി വെച്ച് നിന്നു പോകാത്ത, അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വാഹനം, അതാണ് അൽ മർകബുൽ ഹനി. ഇതൊരാളുടെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. അപ്പോ വിശാലമായ വീട്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, വിശാലമായ വീട് എന്നതിന്റെ അർത്ഥം എന്താണ്? ഈ തരത്തിൽ ആശയപരമായിട്ട് എന്താണ് വിശാലമായി അനുഭവപ്പെടുക. നമുക്കറിയാം സഹാബിമാര് അവർക്ക് ഒരു പുതപ്പ് വിരിച്ചാൽ അവരെല്ലാവർക്കും ആ ഒരു പുതപ്പ് ഇരിക്കാൻ മതിയാകുമായിരുന്നു. കാരണം എന്താണ്, അത്രയും ഐക്യവും സ്നേഹവും അതുപോലെ തന്നെ സഹനമനസ്കതയും എല്ലാം അവർക്കുണ്ടായിരുന്നു, ആളുകൾക്ക് നൽകാനുള്ളതെല്ലാം തന്നെ.
അപ്പൊ അവർക്ക് അങ്ങനെയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് എന്താണ്, ഒരുമയുണ്ടെങ്കിൽ എന്താണ് ഒലക്കമേൽ കിടക്കുന്നത്. അപ്പൊ എന്താണ് സ്പേസ് എന്നുള്ളതല്ല, മറിച്ച് എന്താണ് ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി തീർന്നു കഴിഞ്ഞാൽ വിശാലമായിട്ട് ആ വീട് അനുഭവപ്പെടും. അപ്പോ എപ്പോഴാണ് വിശാലമാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകൾ അവിടെ അംഗങ്ങളായി തീരും, ശൈത്താൻ അടുത്തു വരില്ല, ബർക്കത്ത് വർദ്ധിക്കും, അതുപോലെ തന്നെ ധാരാളം ഖൈറുകൾ ഉണ്ടായിത്തീരും ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ. അപ്പോ എല്ലാ വീട്ടിലും എന്താണ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണെന്ത്, എല്ലാ ദിവസവും വീട്ടിൽ എല്ലാവരും തന്നെ എന്താണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. പണ്ടെല്ലാം തന്നെ ഈ തരത്തിലുണ്ടായിരുന്നു. നമ്മളിലൊക്കെ പണ്ടത്തെ വീടുകളിലൊക്കെ എന്താണ് പ്രായമുള്ള ആളുകൾ ഖുർആൻ ഓതും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന് തുറന്നുകൊണ്ട് എന്ത് ചെയ്യും, ബാക്കി എല്ലാവരും തന്നെ ഒരു ചെറിയ സമയമെങ്കിലും ഖുർആൻ ഓതുന്ന രീതി ഉണ്ടായിരുന്നു. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്ന വീടാണ്. ധാരാളം സുന്നത്തുകൾ, ഹദീസുകൾ എന്താണ് പറയപ്പെടുകയും ചെയ്യുന്ന വീടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞു, വദ്കുർന മാ യുത്ല ഫീ ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ വീടുകളിൽ വെച്ച് ധാരാളമായിട്ട് പാരായണം ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ ആയത്തുകളും ഹിക്മത്തുകളും നിങ്ങൾ ആലോചിക്കുക. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്താണ് എന്ന് ഖതാദ റളിയല്ലാഹു അൻഹു തഫ്സീർ നൽകിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ തരത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിർ. നിങ്ങളെ വീടുകൾ നിങ്ങൾ എന്താക്കരുത്, ഖബർസ്ഥാനങ്ങളാക്കരുത്. കാരണം എന്താണ്, മഖ്ബറകളിൽ ഖബർസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു വീടാക്കരുത് നിങ്ങളുടെ വീടുകൾ. ഇന്ന അശ്ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഓടി അകലുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മൊത്തത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നു, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ഈ ഖുർആൻ പാരായണം ചെയ്യണം. അതുപോലെ തന്നെ നമസ്കരിക്കാനും ദിക്റുകൾ ചെയ്യാനും എല്ലാം നമ്മുടെ സലഫുകളുടെ കാലത്ത്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കാലത്ത് എല്ലാ വീടുകളിലും ഒരു സ്ഥലം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അത് വീട്ടിലുള്ള മുസല്ല എന്ന പേരിൽ. അതില്ലാത്ത ഒരു സഹാബിമാരുടെ വീടുണ്ടായിരുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, മാത്രമല്ല സ്ത്രീകൾക്ക് അവരുടെ എന്താണ് അവർക്ക് ഉറച്ചിരിക്കാനുള്ള സ്ഥലമാണ് അല്ലേ. വഖർന ഫീ ബുയൂതികുൻ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അടങ്ങിയിരിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതിനെല്ലാം ഉള്ളതാണ് വീട്. പക്ഷേ ഇതെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മഖായിസുകൾ, ഈ അളവുകോലുകളെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിൽ അസഫി ഷദീദ് മാറിപ്പോയിട്ടുണ്ട്.